അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇടപെടാത്ത വിഷയങ്ങൾ ഒന്നും തന്നെയില്ല. നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്, ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ വീടുകളിൽ പോലും രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കി അവിടെ പരിസരത്ത് ഒരു എലി ചത്ത് കിടന്നാൽ നമ്മൾ ആരും കാണാതെ അതിൻ്റെ വാലിൽ പിടിച്ച് അയലത്തെ പറമ്പിലേക്ക് എറിയുന്നതാണ് ആദ്യമായി നമ്മുടെ ഒക്കെ ഒരു ശരീരത്തിൽ, നമ്മുടെയൊക്കെ ഒരു സ്വഭാവത്തിൽ വരുന്ന ഒരു കാര്യം. അതെങ്ങനെയും നമ്മുടെ പുരയിടത്തിൽ നിന്നും ഒഴിവാക്കുക, മറ്റുള്ളവരുടെ പുരയിടത്തിലേക്ക് ആ മാലിന്യം വലിച്ചെറിയുക എന്ന ഒരു സ്വഭാവമാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. എന്നാൽ എന്താണ് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, വൃത്തിയുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്? മാലിന്യം കയറ്റിക്കൊണ്ടുവന്ന ലോറി തടാകങ്ങളിലും പുഴയിലും അതുപോലെ തന്നെ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ മാലിന്യം ഒഴുക്കിവിട്ടതായ വാർത്തകൾ എത്രയാണ് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ കേൾക്കുന്നത്. അതിനെല്ലാം പരിഹാരമെന്നോണം, ഒരു മുന്നറിയിപ്പെന്നോണം നമുക്ക് ഈ ഹദീസിനെ പഠിക്കാവുന്നതാണ്. മാലിന്യ സംസ്കരണം. നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത് കൊച്ചിയിൽ വലിയ തീപിടുത്തം 1-2 തവണ ആവർത്തിച്ചു. ഈ മാലിന്യങ്ങളെല്ലാം കുമിഞ്ഞുകൂടി ഇത് നശിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത് ഇവിടെ മനുഷ്യന് തന്നെ ഇടങ്ങേറുകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖുൽ ലആനൈൻ, 2 ശാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. 2 ശാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ആളുകൾ ശപിക്കും, ആളുകൾ മൂക്കുപൊത്തിയിട്ട് പ്രാകും. അത് നമുക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആ ശാപവാക്കുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കരുത്. ഫഖാലു, ഈ സ്വഹാബികൾ ചോദിച്ചു, വമൻ ലഅനാനി യാ റസൂലല്ലാഹ്, ഓ നബിയെ, അങ്ങ് സൂക്ഷിക്കാൻ പറഞ്ഞ 2 ശാപവാക്കുകൾ ഏതാണ്? ഏതൊരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ശാപം നമുക്ക് കേൾക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലദീ യതഖല്ലാ ഫീ തരീഖിൻ നാസി ഔ ഫീ ളില്ലിഹിം, ജനങ്ങൾ നടന്നു പോകുന്ന, സഞ്ചരിക്കുന്ന വഴി അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യന്മാരുടെയും കടമയാണ്. അതുപോലെ തന്നെ ജനങ്ങൾ വിശ്രമത്തിന് വേണ്ടി ഇരിക്കുന്ന സ്ഥലങ്ങൾ, തണല് തേടി ഇരിക്കുന്ന സ്ഥലങ്ങൾ, ജംഗ്ഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, പൊതു ബാത്റൂമുകൾ, നഗരസഭയുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ അത്തരം സൗകര്യങ്ങൾ, ഇതെല്ലാം നാം നജസാക്കി കഴിഞ്ഞാൽ, മാലിന്യമാക്കി കഴിഞ്ഞാൽ, അതുവഴി കടന്നു പോകുന്ന ആളുകൾ, അത് ഉപയോഗിക്കാൻ വരുന്ന ആളുകൾ മൂക്ക് പൊത്തിയിട്ട് ലഅനല്ലാഹു മൻ ഫഅലഹു എന്ന് പറയും. ആരാണിത് ചെയ്തത്? അള്ളാഹു അവനെ ശപിക്കട്ടെ എന്ന് ആ ഒരു ദുർഗന്ധം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മോശമായ ഒരു കാഴ്ചയാണ് അവൻ കാണുന്നതെങ്കിൽ, ഈ സന്ദർഭത്തിൽ വളരെ വേദനയോടുകൂടി ഈ കുട്ടികളും വൃദ്ധന്മാരും അതുപോലെ തന്നെ പ്രായം ചെന്നവരുമൊക്കെ പറഞ്ഞാൽ അതിന് കാരണക്കാരായവർക്ക് ആ ശാപം ഏൽക്കുക തന്നെ ചെയ്യും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അടിവരയിട്ട് പറയുകയാണ്. നമ്മൾ വൃത്തിയായി നമ്മുടെ പ്രൈവറ്റ് സൗകര്യങ്ങളും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. വഴിവക്കിലേക്ക് വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വലിച്ചിടാൻ പാടില്ല. അയലത്തെ പറമ്പിലേക്ക് വലിച്ചെറിയാൻ പാടില്ല. കോമൺ ബാത്റൂമുകൾ നമ്മൾ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഉപയോഗിക്കുമ്പോൾ അതൊക്കെ വൃത്തിയാക്കണം. ചില ആളുകൾ കാര്യം സാധിച്ച് വെള്ളമൊഴിക്കാതെ അവരുടെ കാര്യം സേഫായി, ഇനി ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന തരത്തിൽ പള്ളികളിലെയും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലെയും ബാത്റൂമുകളും അതുപോലെ തന്നെ ക്ലോസറ്റുകളും ഒക്കെ വൃത്തികേടാക്കിയിടുന്ന ആളുകൾ,
ലഅനല്ലാഹു മൻ ഫഅലഹു എന്ന് ആരെങ്കിലും അറിഞ്ഞങ്ങ് പറഞ്ഞാൽ ആ പ്രാക്ക് അല്ലെങ്കിൽ ആ ഒരു ശാപം അവന് എത്തുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസര വീടുകളിലും നാം ഇടപഴകുന്ന നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളിലെല്ലാം വൃത്തി എന്ന് പറയുന്നത്, പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഇത്തഖുൽ ലഅനൈൻ എന്ന് വളരെ വ്യക്തമായി സ്വഹാബികളെ വിളിച്ചു പറഞ്ഞത്. ജനങ്ങളിൽ തണല് തേടിയിരിക്കുന്ന കൊച്ചുവർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലും അവർ നടന്നു പോകുന്ന സ്ഥലങ്ങളൊന്നും നിങ്ങൾ മാലിന്യം കൊണ്ടിടരുത് എന്ന് വളരെ ശക്തമായി താക്കീത് നൽകുകയാണ്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർ പുറത്തേക്കൊന്ന് യാത്ര പോയാൽ അവർക്ക് മൂത്രമൊഴിക്കാനോ മറ്റുള്ള എന്തെങ്കിലും ഒരു സൗകര്യത്തിനോ ഒരു ഒഴിഞ്ഞ സ്ഥലമില്ല. എല്ലാ പബ്ലിക് സ്ഥലങ്ങളിലെല്ലാം ഇതേപോലെ ഒരു മെയിൻ്റനൻസ് ഇല്ലാതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കി MLA-യുടെയും MP-യുടെയും മന്ത്രിയുടെയും ഒക്കെ ഫണ്ടിൽ നിന്നെടുത്ത് പൈസ ഉണ്ടാക്കി 1-2 മാസമല്ലാതെ പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. ആ നിലക്ക് അത് ഉപയോഗശൂന്യമായി മാറുകയാണ്. അത് നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്ന ഒരു കലാപരിപാടിയാണ്. മറ്റ് വിദേശ നാടുകളിൽ പോയാൽ അതിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി അവർ ഒരു കക്കൂസോ അല്ലെങ്കിൽ പൊതു ബാത്റൂമോ നിർമ്മിച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കി ഇടാൻ ഒരാളെ അവിടെ സ്ഥാപിക്കും, ഒരാൾക്ക് അവിടെ ജോലി കൊടുക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അത് വലിയ കൊട്ടി ആഘോഷിച്ച് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. പിറ്റേന്ന് മുതൽ അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ആക്രി സാധനങ്ങളായി, ഉപയോഗശൂന്യമായ സാധനങ്ങളായി മാറുന്നതാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെയൊക്കെ ഒരു കാരണം എൻ്റെ കാര്യം സാധിച്ചു, ഇനി വരുന്നവൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ അവൻ മാനസികമായി അങ്ങനെ ഒരു സ്വഭാവം ഓരോ ആളുകൾക്കും ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു കെട്ടുറപ്പിന് വേണ്ടി അവിടുന്ന് പറയുകയാണ്, ഇത്തഖുൽ ലഅനൈൻ, നിങ്ങൾ 2 ശാപവാക്കുകൾ സൂക്ഷിക്കുക. വമൻ ലഅനാനി യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ 2 ശാപവാക്കുകൾ? യതഖല്ല അല്ലദീ യതഖല്ല ഫീ തരീഖിൻ നാസി ഔ ഫീ ളില്ലിഹിം, ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലും ജനങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലും പൊതുവായി ഉപയോഗിക്കുന്ന ഇടങ്ങളിലുമൊക്കെയും നജസ്സിടുക, വൃത്തികേടാക്കുക എന്നുള്ളതാണ് ആ 2 ശാപങ്ങൾ എന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വിശ്വാസിയും വൃത്തിയായി നമ്മുടെ പരിസരത്തെ സൂക്ഷിക്കുക. അത് ഈമാന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.